ക്രൂശിങ്കിലേക്ക് നോക്കുക എന്ന ധ്യാന പരമ്പരയിലെ ഇന്നത്തെ ധ്യാനം കൊലോസ്യർ 2:15. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് വിവിധ തലങ്ങൾ ഉള്ളതാണ്. അധികാരത്തിൻ്റെയും വാഴ്ചയുടെയും സ്വഭാവം എപ്പോഴും ശക്തി തെളിയിക്കുന്നതാണ്. ആയുധം ഉപയോഗിക്കുന്നതാണ്. അക്രമം ഉപയോഗിക്കുന്നതാണ്. വാഴ്ചകളും അധികാരങ്ങളും നിരന്തരം ആവർത്തിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. വാഴ്ചയും അധികാരവും പ്രയോഗിക്കുന്നവർക്ക് അത് സന്തോഷവും, പ്രയോഗിക്കപ്പെടുന്നവർക്ക് അത് ദുഃഖവുമാണ്. അതുകൊണ്ട് തന്നെ സകല അധികാരങ്ങളെയും വാഴ്ചകളെയും ക്രിസ്തു ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയും സ്നേഹത്തിൻ്റെ അധികാരത്തെ, താഴ്മയുടെ അധികാരത്തെ, വിനയത്തിൻ്റെ അധികാരത്തെ, വിവേകത്തിൻ്റെ അധികാരത്തെ, അതിലൂടെ നിത്യതയുടെ അധികാരത്തെ സ്വീകരിക്കുകയും താൽക്കാലികമായ അധികാരങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ലോകത്തിലെ രാജാക്കന്മാർക്കും നേതാക്കൾക്കും അധികാര സ്വഭാവങ്ങൾക്കും ഒക്കെ ഒരു വിമർശനവും ഒരു തിരുത്തലും ഒരു പുതുക്കവും ആണ്. ക്രിസ്തുവിനെ നാം ആഴത്തിൽ ക്രൂശിൽ ശ്രദ്ധിക്കുമ്പോൾ ചട്ടങ്ങളും ക്രമങ്ങളും അധികാരങ്ങളും കൊണ്ട് മനുഷ്യജീവിതത്തെ കലുഷിതമാക്കിയ ഏവരോടും ക്രിസ്തു കലഹിക്കുകയാണ് കുരിശിൽ. ക്രൂശിൽ ക്രിസ്തു സ്നേഹത്തിൻ്റെ, താഴ്മയുടെ, എളിമയുടെ, സഹനത്തിൻ്റെ മൂർത്തിപദ്ഭാവമായി മാറുന്നു. സഹനവും താഴ്മയും അധികാരികളെ ചൊടിപ്പിക്കുന്നതാണ്. സഹനവും താഴ്മയും വാഴ്ചകളെ വെല്ലുവിളിക്കുന്നതാണ്. വാഴ്ചയ്ക്കും അധികാരത്തിനുമുള്ള കൊതിയിൽ നിന്നും, വാഴ്ചയ്ക്കും അധികാരത്തിനുമുള്ള പ്രമത്തതയിൽ നിന്നും നിരന്തരമായി പുതുക്കപ്പെടുന്നവരാണ് ക്രൂശിലൂടെ രക്ഷിക്കപ്പെടുന്നവർ. ആയതുകൊണ്ട് പുതിയ ഒരു ഭാഷ ക്രൂശ് തരുന്നു, പുതിയൊരു സ്നേഹവും ധൈര്യവും ക്രൂശ് തരുന്നു. ആ ക്രൂശിങ്കിലേക്കുള്ള നോട്ടം, ആ ക്രൂശിങ്കിലേക്കുള്ള നമ്മുടെ കാഴ്ചപ്പാട് നമ്മെ പുതുക്കുകയും ശക്തീകരിക്കുകയും വാഴ്ചകളിൽ നിന്നും അധികാരങ്ങളിൽ നിന്നും നിരന്തരം പുതുക്കപ്പെടാനും അധികാരങ്ങളെയും വാഴ്ചകളെയും വിനയപൂർവ്വം മാത്രം സ്വീകരിപ്പാനും ഉപയോഗിപ്പാനും അവ ആത്യന്തികമല്ല എന്ന തിരിച്ചറിവോടുകൂടെ എപ്പോഴും സഹാനുഭൂതിയിലും ശുശ്രൂഷ മനോഭാവത്തിലും ആയിരിക്കാനും ക്രിസ്തു നമ്മെ വെല്ലുവിളിക്കുന്നു. ആമേൻ.